യുകെയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും കുറേ യൂണിവേഴ്സിറ്റി COVID-19 ഭാഗമായിട്ട് പൊളിഞ്ഞ് കുത്തുപാള എടുക്കാറായി നിൽക്കുന്ന കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. IELTS വന്നിട്ടില്ല. അപ്പോൾ ഗായ്സ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ജനുവരി ഇൻടേക്കിലേക്ക് സ്റ്റുഡൻറ്റ് വിസ നോക്കുന്ന കുട്ടികൾ യുകെയിലോട്ടോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഡ്രീംസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡ്രീംസിൻ്റെ സൈഡിൽ നിന്നുള്ള A to Z അസിസ്റ്റൻസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് പറയാനുള്ളത്, ഡ്രീംസിൻ്റെ കപ്പിൾ ഗ്രൂപ്പ്, ഓക്കെ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകുമ്പോൾ ഒരു കപ്പിൾ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡ്രീംസ് ത്രൂ പോകുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഴ്സുകളും കാര്യങ്ങളും മാക്സിമം ഒരേ ഏരിയയിലേക്ക് അവർക്ക് കേന്ദ്രീകരിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ ഒരു ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ഗ്രൂപ്പിനകത്ത് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ അറിയാമല്ലോ, ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. ഒരു റൂം കിട്ടാനാണെങ്കിലും ഒരു റെൻറ്റിന് ഒറ്റയ്ക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഗ്രൂപ്പിലൂടെ പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു വീടൊക്കെ എടുത്തിട്ട് താമസിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ പോയി കഴിഞ്ഞാൽ അത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ ആരെങ്കിലും വിളിച്ച് കൂടെ താമസിക്കണം. പക്ഷെ അങ്ങനെ എല്ലാവരും വരണമെന്നില്ല. പക്ഷേ ഒരു ഫാമിലി മറ്റൊരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കും. കാരണം രണ്ടുപേർക്കും കൊച്ചുങ്ങളുണ്ടാവും. കൊച്ചുങ്ങൾ മീൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിത്തീരും. മാത്രമല്ല, ഇപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യാനാണെങ്കിലും ഒരു മീൻസ് വിത്ത് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നത് തന്നെയായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക, എന്നിട്ട് എന്നെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിനകത്തേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. മാക്സിമം നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഇതുവരെ മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അവർക്ക് ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഓൾറെഡി മറ്റേ ഏജൻസി ത്രൂ എല്ലാം സ്റ്റുഡൻസ് കപ്പിൾസ് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവരൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിട്ടുണ്ടാവും, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ആവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുമിച്ച് പോകാനും ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, താമസിക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളെ പ്ലാനുകളൊന്നും അവിടെ സക്സസ് ആവില്ല. അപ്പോൾ നമുക്ക് പ്ലാൻ ഇപ്പോൾ മാക്സിമം ഞങ്ങൾ ത്രൂ പോകുന്നവർക്ക് ഞങ്ങൾ ഇത് കൂടുതലും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ കുറച്ച് ഗീവ് അവേ ഒക്കെ ആയിട്ട് വരാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോ ബ്ലോഗ്, ചെറിയൊരു അപ്ഡേറ്റ് തരാനായിട്ടാണ് ഞാൻ എൻ്റെ ചാനലിലേക്ക് വന്നത്. ഇന്നലെ തൊട്ട് നമ്മുടെ മൊബൈലിലും കാര്യങ്ങളും കുറച്ച് അപ്ഡേറ്റ്സ് എല്ലാം വന്ന് നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒക്ടോബർ 5-ാം തീയതി തൊട്ട് നമ്മുടെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന കുറച്ച് മാറ്റങ്ങൾ. ഇതിന് മുന്നേ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. IELTS വന്നു, കുറേ ആൾക്കാർ വീഡിയോ ഇട്ടു. IELTS വന്നു, സത്യത്തിൽ IELTS വന്നോ? അപ്പോൾ നമ്മൾക്ക് ഇന്നലെ ഒക്ടോബർ 5 തൊട്ട് ഇനി നമ്മൾക്ക് ജനുവരിയിലേക്ക് സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഈ റൂളായിരിക്കും ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റൂളിനെ കുറിച്ച് ചെറുതായിട്ടൊന്നും അറിയാം. നമ്മുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം, നിങ്ങൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ചെയ്ത വീഡിയോ ആണ്, എന്നാൽ നമ്മൾ ഒരുപാട് ബ്ലാ അടിക്കാതെ തന്നെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. നമുക്കെല്ലാവർക്കും അറിയാം, UK സ്റ്റുഡൻറ്റ് വിസ എന്ന വിസ സ്കീം ഒക്ടോബർ 5 തൊട്ട് അത് മാറ്റാനുള്ള പ്ലാനാണ്. ഒന്നില്ലെങ്കിൽ Tier 4 ചൈൽഡ് സ്റ്റുഡൻറ്റ് വിസ അല്ലെങ്കിൽ Tier 4 ജനറൽ സ്റ്റുഡൻറ്റ് വിസ എന്ന 2 കാറ്റഗറിയിലോട്ട് നമ്മുടെ സ്റ്റുഡൻറ്റ് വിസ മാറാനായിട്ട് പോവാണ്. ഒന്നില്ലെങ്കിൽ ഗ്രാജുവേഷൻ റൂട്ട്സ് എന്നും പറയാം. അപ്പോൾ ഇങ്ങനെ 2 കാറ്റഗറിയിലാണ് Tier 4 വിസ മാറാനായിട്ട് പോകുന്നത്. അപ്പോൾ Tier 4 ചൈൽഡ് സ്റ്റുഡൻറ്റ് വിസനെ കുറിച്ച് ഒരു വീഡിയോ കൂടി നമ്മൾക്ക് വരേണ്ടതായിട്ട് വരും. കാരണം അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ഡിപ്പെൻഡൻറ്റ് വിസയിൽ കുട്ടികളുമായിട്ട് പോയിട്ടുള്ള ആൾക്കാർ. എന്തായാലും സ്റ്റേ ട്യൂൺ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ഞാൻ ആ വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മളിന്ന് Tier 4 ജനറൽ സ്റ്റുഡൻറ്റ് വിസയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്റ്റുഡൻറ്റ് വിസയിൽ ഇനി തൊട്ട് പോകാനായിട്ട് നമുക്ക് 70 പോയിന്റ്സ് വേണം.
ഓക്കെ, ഈ 70 പോയിന്റ്സ് അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ 70 പോയിന്റ്സ് നമുക്ക് എടുക്കാം. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. Tier 4 വലിയ ഈ വ്ളോഗേഴ്സും അതേപോലെ തന്നെ മറ്റുള്ള ഏജൻസികൾ പടച്ചു വിട്ടിരിക്കുന്ന പോലെ വലിയൊരു ആന സംഭവം എന്നല്ല ഈ Tier 4 ജനറൽ സ്റ്റുഡൻറ് വിസ നമുക്ക് നേടിയെടുക്കാനായിട്ട്. നമ്മൾ ഇത്ര നാൾ എങ്ങനെയൊക്കെയാണോ നേടിയെടുത്തത് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ്ങും പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം. ഇതിനെ അങ്ങനെ വലിപ്പിച്ച് ഊതി പെരിപ്പിച്ച് വലുതാക്കി കാണിക്കുക, അല്ലാതെ ഇതിനകത്ത് ഒന്നും തന്നെ അധികം മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ കുറേ ഗ്രൂപ്പുകൾ, കുറേ ഏജൻസികൾ പടച്ചുവിട്ട ന്യൂസ് IELTS വരും ജനുവരിയിലേക്ക്, അപ്പോൾ വേഗം അഡ്മിഷൻ എടുക്കുക, ഓടിച്ചിട്ട് പിള്ളേരെ പിടിച്ച് അഡ്മിഷൻ എടുപ്പിക്കുന്ന പ്രോസസ്സായിരുന്നു സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ആ ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഗവൺമെൻറ് ഓഫ് UK വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? IELTS വരുമോ വരില്ലേ? വരുന്ന ഉറപ്പുള്ളവർ താഴത്ത് കമൻറ്റ് ചെയ്യുക യെസ് വരും എന്ന്, അല്ലെങ്കിൽ നോ വരില്ല. ധീരമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് പോകാം. IELTS വരുന്ന പേടിച്ച് നിൽക്കുന്നവർ IELTS എക്സാം എഴുതിയിട്ട് വരാനായിട്ട് ശ്രമിക്കുക. രണ്ടുപേർക്കും എൻ്റെ സപ്പോർട്ടുണ്ട്. രണ്ടുപേരും നമ്മുടെ ചങ്കുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ IELTS ഒന്നും വരാനായിട്ട് പോകുന്നില്ല. IELTS ഉണ്ടെങ്കിൽ നമുക്കത് നമുക്കൊരു ബോണസ് പോയിന്റ് തന്നെയാണ്. കാരണം അറിയാമല്ലോ, അതിപ്പോൾ UK പണ്ട് തൊട്ടേ IELTS ഉള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പോവുകയാണ്, നിങ്ങൾക്കിപ്പോൾ നമ്മൾ മെയിനായിട്ട് +2 ഇംഗ്ലീഷിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു IELTS സ്റ്റുഡൻറ്റ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് തന്നെ പോയിന്റ് കിട്ടും. കാരണം അവൻ തന്നെയാണ് കുറച്ചും കൂടി നമ്മളുമായിട്ട് മുൻതൂക്കം ഉള്ളത്. അപ്പോൾ പോയിന്റ് അവന് തന്നെ കിട്ടുക. അതേ സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് IELTS ഉണ്ടെങ്കിൽ ബെനിഫിറ്റ് ആണ്. നിങ്ങൾക്ക് IELTS ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ ഇല്ലാതെ, നോട്ട് ചെയ്തോളൂ, ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ ഇല്ലാതെ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. IELTS ഉണ്ടെങ്കിൽ. IELTS ഇല്ലെങ്കിൽ നമ്മൾ ഇത്ര നാൾ എങ്ങനെയാണോ ചെയ്ത് യൂണിവേഴ്സിറ്റി ഒരു ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ ചെയ്യും നമ്മളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ചെക്ക് ചെയ്യാനായിട്ട്. 40 പോയിന്റ്സ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ക്യാഷ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 40 പോയിന്റ്സ് നമുക്ക് കിട്ടും. അതിൽ 30 പോയിന്റ്സും ക്യാഷിനും, അതുപോലെ 10 പോയിന്റ്സ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. 10 പോയിന്റ്, അങ്ങനെ 40 പോയിന്റ്സ് ക്യാഷ് ഇഷ്യൂ തന്നെ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വലുതായിട്ട് തല ഒന്നാകണ്ട. നമ്മൾ ഇത്ര നാൾ 40 പോയിന്റ്സ് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങൾ വീണ്ടും നമ്മുടെ കമൻറ്റ് ബോക്സിലും നമ്മുടെ ഗ്രൂപ്പുകളിലും ചേട്ടാ IELTS വന്നു ഈ ക്വസ്റ്റ്യൻ ഇനി വേണ്ട. IELTS എടുക്കുകയാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ആണ്, 100% നമുക്ക് ബെനിഫിറ്റ് ആണ്. നമുക്കൊരു ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടും. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഈ Tier 4 ജനറൽ സ്റ്റുഡൻറ്റ് വിസ റൂട്ടിൽ എന്താണ് ഈ അയർലാൻഡ്, മാൾട്ട പോലുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലുള്ളവർക്ക് ഇങ്ങനൊരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി തെളിയിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് പിന്നൊരു ബെനിഫിറ്റ്, 3 മാസം മുമ്പ് തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് 1 മാസം മുമ്പ് തന്നെ നമുക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാനുള്ള അപ്ഡേറ്റ് നമുക്ക് ഇതിലൂടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ രീതിയിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എസ്പെഷ്യലി ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി 10 പോയിന്റ് ആണ് നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്നിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് MOI വെച്ചിട്ട് നമുക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി പറയുന്നത് ഞങ്ങൾക്ക് കുട്ടിക്ക് 75% ഇംഗ്ലീഷിലുണ്ടെങ്കിൽ അവൻ IELTS വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS വേവർ ആക്കിയിട്ടുണ്ടാവും. ഇപ്പോഴും അവർ IELTS ചോദിക്കുന്നുണ്ട് UK യൂണിവേഴ്സിറ്റീസ്. നമ്മൾ അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ. കാരണം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും 6.5 5.5 ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. പക്ഷേ എന്നാലും നമ്മളൊരു ഇംഗ്ലീഷിലൊരു 60% എബോ അല്ലെങ്കിൽ 65% എബോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് IELTS വേവറായിട്ട് അഡ്മിഷൻ കിട്ടിയിട്ട് പോയിട്ടുള്ള കുട്ടികളാണ് ജനുവരിയിലും സെപ്റ്റംബറിലും. ഇനിയിപ്പോൾ ഓഫർ ലെറ്റർ കിട്ടി പൈസ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് ജനുവരിയുള്ള കുട്ടികളെ നമുക്ക് നേരിട്ട് അറിയാവുന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇനിയുള്ള ഈ എന്താ പറയുക, ഈ ഉഡായിപ്പ് പരിപാടി IELTS വരും. ഇനിയിപ്പോൾ IELTS വന്നാൽ അങ്ങോട്ട് വരട്ടെ. ഇനിയിപ്പോൾ എന്ത് പറയാനുള്ളത്, IELTS വരുവാണെങ്കിൽ അങ്ങോട്ട് വരട്ടെ, IELTS എഴുതുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിനെ പേടിച്ച് മാറി ഇരിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു അറിവിനകത്ത് ഇതിനെങ്ങനെ ഹൈപ്പ് കൊടുത്ത് വലിയൊരു ചേഞ്ച് ആണെന്ന് വന്നിട്ടുള്ള കാര്യമൊന്നും പറയേണ്ടത്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പലവട്ടം നമ്മുടെ ചാനലിലൂടെയും മറ്റ് യൂട്യൂബേഴ്സ് അവരുടെ ചാനലിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. IELTSൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് കുഴിച്ചു മൂടി അതിനകത്ത് ഇട്ട് വയ്ക്കൂ. നിങ്ങൾക്ക് ഒരു 65% എബോ ഇല്ലെങ്കിൽ 75% എബോ ഇംഗ്ലീഷിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് IELTS കിട്ടും. പക്ഷേ IELTS അല്ല,
നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഡിഗ്രി നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് ഒരു MOI ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതിന് വേറെ ഒരു കാര്യം ആവശ്യമില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇങ്ങനെ ഒരു വിസ ചേഞ്ച് വരുത്തിയത് തന്നെ 1 വർഷം 6 ലക്ഷം കുട്ടികളെ UK എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഇത്രത്തോളം ആ കുട്ടികൾ അവിടെ എത്തിക്കാൻ വേണ്ടി നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും കുറേ യൂണിവേഴ്സിറ്റി COVID-19 ഭാഗമായിട്ട് പൊളിഞ്ഞ് കുത്തുവാള എടുക്കാറായി നിൽക്കുന്ന കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ UK യൂണിവേഴ്സിറ്റീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് IELTS വേണം നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കുട്ടികളും അങ്ങോട്ട് പോവില്ല. എന്തുകൊണ്ട് അങ്ങനെ IELTS ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ മറ്റെത്ര കൺട്രീസ് ഉണ്ട് നല്ലത്? ഓസ്ട്രേലിയ, കാനഡ പറഞ്ഞിട്ടുള്ള ഒരുപാട് കൺട്രീസ്, ന്യൂസിലൻഡൊക്കെ ഒരുപാട് കൺട്രീസ് അവിടെ അവൈലബിൾ ആണ്. ആ കുട്ടികൾ അങ്ങോട്ട് പോവില്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ പ്രീതി പട്ടേലാണ് അവിടുത്തെ. പ്രീതി പട്ടേൽ ഇന്ത്യക്കാരി വംശജ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യമൊന്നും ചെയ്യില്ല എന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ മാക്സിമം ആളെ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിമോശം അവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇത്ര നാൾ എങ്ങനെയാണോ നമ്മളിതൊന്നും അറിയാതെയാണ് ഇത്ര നാളും 40 പോയിന്റ്സ് അവിടെ വേണ്ടി വന്നു. അപ്പോൾ അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് ക്യാഷ് വന്ന് വിസ വെച്ച് പോയി, അത്രയേ ഉള്ളൂ. പക്ഷേ 40 പോയിന്റ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ കിട്ടി. അതേപോലെ 40 പോയിന്റ്സ് ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു 10 പോയിന്റ്സ് പ്ലസ് 10 പോയിന്റ്സ് നമുക്ക് മെയിൻ്റനൻസിൽ ഫണ്ട് കാണിക്കേണ്ടതിലും വന്നു കഴിഞ്ഞാൽ ദർസ് നോ ഇഷ്യൂ. നമുക്ക് പോകാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പോയിന്റ്സും നമുക്ക് അവിടെ നേടിയെടുക്കാനായിട്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ IELTS വന്നിട്ടില്ല. IELTS ചോദിച്ചതായിട്ട് ഞാൻ എവിടെയും കണ്ടില്ല. നിങ്ങൾ എവിടെയും കണ്ടായിരുന്നു? ഞാനത് വായിച്ചു നോക്കിയിട്ട് ഇംഗ്ലീഷ് പ്രൊഫഷൻസി തെളിയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഒന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ഡെമോൺസ്ട്രേറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നോളജ് ഇൻ ആൻ ഇൻ്റർവ്യൂ ആസ് ഷോൺ ഇൻ CAS. അതിപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ IELTS ഇല്ലാത്തവർക്ക് ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ ഉണ്ടാവും 100%. അപ്പോൾ അതിലൂടെ നമ്മൾ ഇൻ്റർവ്യൂവിൽ നമ്മളുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി, ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രൊഫഷൻസി നമ്മൾ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു ഇഷ്യൂ തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴത്ത് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, നിങ്ങൾക്കൊന്ന് വിശ്വാസമാവട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പിന്നെ ഒരു രണ്ടാമത്തെ ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, സ്പൗസ് വിസയിലും ഒരു തരത്തിലുള്ള ചേഞ്ചസും അവർ വരുത്തിയിട്ടില്ല. അപ്പം നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ പോവുകയാണ്, ഇപ്പോൾ ഡിപ്പെൻഡിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയ ശേഷം കൊണ്ടുപോകും, ഇല്ലെങ്കിൽ കൂടെ പോകുമ്പോൾ തന്നെ വിസ വെച്ചിട്ട് പോകും. അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പോവാം. ഇങ്ങനെ റിജക്ഷൻ വന്നിട്ടുണ്ട് എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇതുവരെ റിജക്ഷൻ, ഇപ്പോൾ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ റിജക്ഷൻ കിട്ടുമെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതിൻ്റെ സത്യാവസ്ഥ ഇതുവരെ ഞങ്ങൾ വെച്ചതിലാർക്കും റിജക്ഷൻ വന്നിട്ടില്ല. അങ്ങനെ ഒരു റിജക്ഷൻ്റെ കേസേ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ കുറേ ആൾക്കാർ ഇങ്ങനെ നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവർ പറഞ്ഞു, ചേട്ടാ റിജക്ഷൻ വരുന്ന ഏജൻസി പറയുന്നു പറഞ്ഞു. അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല.